അപ്പോൾ നമ്മൾ അടുത്തൊരു കൺസ്ട്രെയിൻറ്റ് പഠിക്കാൻ പോവാണ്. അതാണ് യുണീക്ക് എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് നൾ എന്ന് പറയുന്നൊരു കൺസ്ട്രെയിൻറ്റ് പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് യുണീക്ക് എന്ന് പറയുന്നൊരു കൺസ്ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. കാര്യം ചെറിയൊരു ലൈൻ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കോളം യൂണീക്കായിട്ട് മാറും, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിളിലേക്ക് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദെൻ നമ്മൾ ആ ടേബിളിനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്നും കൂടെ കാണാൻ പറ്റും അഡ്മിഷൻ നമ്പർ 1 നെയിം അഭിജിത്ത് അഡ്രസ്സ് ചേർത്തല, റൈറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേബിൾ പ്രിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു വാല്യൂ ആണ് ഞാൻ ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. ഞാൻ ഒരു വാല്യൂ കൂടി ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അഡ്മിഷൻ നമ്പർ സെയിം ആക്കിക്കൊണ്ടുള്ള ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Insert into person values. ഞാൻ എന്ത് ചെയ്യുന്നു, 001 തന്നെ കൊടുക്കാൻ പോവാണ്, റൈറ്റ്. 01 പേര് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം, അഭിലാഷ്. ഓക്കെ, പേര് ആൻഡ് നമുക്ക് പ്ലേസ് നമുക്ക് ഹരിപ്പാട് കൊടുക്കാം, ഹരിപ്പാട്, റൈറ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ഡേറ്റയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അഭിജിത്ത് എന്ന് പറയുന്ന പേരുള്ള ഒരു ഡേറ്റയും അഭിലാഷ് എന്ന് പറയുന്ന ഒരു പേരുള്ള ഡേറ്റയും വന്നിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ അഡ്മിഷൻ നമ്പർ നോക്കി സെയിം ആണ്. എവിടെയെങ്കിലും അഡ്മിഷൻ നമ്പർ സെയിം ആയിട്ട് വരുമോ? ഇല്ല. കാര്യം നമുക്ക് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിട്ട് വരാൻ പാടില്ല. അതൊരു യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കണം, റൈറ്റ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോളം യുണീക്കായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു കീവേഡ് അല്ലെങ്കിൽ അതിനായിട്ടൊരു കൺസ്ട്രെയിൻ ഉണ്ട്. ഒരു കോളത്തെ യുണീക്കായിട്ട് സെറ്റ് ചെയ്യാനായിട്ടൊരു കൺസ്ട്രെയിൻ ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രെയിനെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഏതൊരു കോളത്തിലാണോ നമുക്ക് യുണീക്ക് വാല്യൂ മാത്രം വരേണ്ടത് ആ ഒരു കോളം. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ നമ്പർ അല്ലേ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ഇതിൻ്റെ സിൻടാക്സ് പഠിച്ചിരുന്നു. ഈ ഒരു ടൈപ്പ് കഴിഞ്ഞ ശേഷം യുണീക്ക് എന്ന് കൊടുത്താൽ മതി, റൈറ്റ്. യുണീക്ക്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ എന്തെവിടെ വന്നേക്കണ, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി 1 ഫോർ ദി കീ പേഴ്സൺ ഡോട്ട് അഡ്മിഷൻ നമ്പർ. കാര്യം എന്താ, നമ്മൾ ഈ ഒരു അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന കോളം യുണീക്കായിട്ട് ഉള്ള ഒരു കൺസ്ട്രെയിൻ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത്, അത് ഈ ഒരു ലൈൻ, ഈ ഒരു രണ്ടാമത്തെ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്, 1 എന്ന് പറയുന്നൊരു വാല്യൂ അവിടെ ഇൻസേർട്ട് ആവുന്നുണ്ട്. അത് നേരത്തെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞൊരു വാല്യൂ ആണ്. അതും യുണീക്ക് എന്ന് പറഞ്ഞ കോളത്തിലാണ് അത് ഇൻസേർട്ട് ആകാൻ പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, ഇവിടെ ഒരു എറർ വന്നത്. കാര്യം എന്താ, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ഉണ്ടെന്നും പറഞ്ഞ്. കാര്യം യുണീക്ക് എന്ന് പറഞ്ഞൊരു കോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രാവശ്യം കൊടുത്ത വാല്യൂസ് പിന്നെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 1ന് പകരം ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ ഞാനൊരു 2 കൊടുത്തെന്ന് വെച്ചോ, സിംപ്ലി എൻ്റർ ആവും. നമുക്ക് നോക്കാം. കണ്ടോ, 2 കൊടുത്തപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യുണീക്ക് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ നമ്മൾ ഈ ഒരു SQL ക്വറിയിൽ നമ്മൾ യൂസ് ചെയ്യുക. വളരെ സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക, റൈറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലോ വരിക, ചോദിക്കാം. ഓക്കെ, ബൈ.